ഹലോ. ഒരു വശത്ത് അഫ്ഗാനിസ്ഥാനും മറുവശത്ത് ഇറാനുമുള്ള പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സംസ്ഥാനം, തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശം, പാകിസ്ഥാൻ്റെ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷനിൽ 40% സംഭാവന ചെയ്യുന്ന പ്രദേശം, സ്വർണവും ചെമ്പും നിക്ഷേപങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രദേശം, ഹാരപ്പ, സിന്ധു നദിയുടെ സംസ്കാരം എല്ലാം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ച പ്രദേശം, ഇതൊക്കെയാണ് ബലൂചിസ്ഥാൻ. എന്നാൽ ഈ ബലൂചിസ്ഥാൻ ഇന്നും പിന്നാക്കാവസ്ഥയിലാണ്. 47 മുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ജനവിഭാഗങ്ങളുടെ കേന്ദ്രമാണ്. ബലൂചിസ്ഥാനികൾ പാകിസ്ഥാൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് മുക്തനാകാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ട് 7 ദശാബ്ദത്തിൽ അധികമായി. ഇന്ന് നമുക്ക് ബലൂചിസ്ഥാനെ പറ്റിയും ബലൂചിസ്ഥാനികളുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയും സായുധ പോരാട്ടങ്ങളെപ്പറ്റിയും അത് എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കാം. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ 97% പേർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എനിക്കുള്ള പ്രചോദനമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. അപ്പോൾ ബലൂചിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയ അതേ വർഷം തന്നെയാണ്, 1947. ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1947 അനുസരിച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ബ്രിട്ടീഷേഴ്സ് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. അവർക്കൊന്നുകിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം. ഇതൊന്നുമല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിലകൊള്ളാം. എന്നെങ്കിലും ഒരിക്കൽ അവർക്ക് ഏതെങ്കിലും രാജ്യത്ത് ചേരണമെന്നുണ്ടെങ്കിൽ ചേരാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയുള്ള തീരുമാനം വന്നതിന് ശേഷം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഏറ്റവും പ്രധാന പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന ഖാനേറ്റ് ഓഫ് കലാത്ത് ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ രണ്ടുപേരോടൊപ്പം പോകുന്നില്ല, തങ്ങൾ സ്വതന്ത്രരായി നിലകൊള്ളും. അതുതന്നെയായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും. സ്വതന്ത്രരായി നിലകൊണ്ട ഖാനേറ്റ് ഓഫ് ഖലാത്തിനെ പാകിസ്ഥാൻ തൻ്റെ കയ്യൂക്ക് കൊണ്ട് തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർത്തു. അത്രയധികം ആയുധവും ആൾബലവും ഇല്ലാതിരുന്ന ഖാനേറ്റ് ഓഫ് ഖലാത്ത് പാകിസ്ഥാനോടൊപ്പം ചേർന്നു. 1948 ജൂൺ ആകുമ്പോഴേക്കും അത് ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാൻ്റെ ഒരു സംസ്ഥാനമായിട്ട് മാറി. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. രാജ്യം നഷ്ടപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ട ഖാൻ ഓഫ് ഖനാത്ത് സായുധ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആ മണ്ണിൽ നിന്നുകൊണ്ട് സായുധ വിപ്ലവം, സായുധ പോരാട്ടം നടത്താൻ സാധ്യമല്ല എന്ന് കണ്ട ഖാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. പിന്നീടുള്ള ഓപ്പറേഷൻസ്, പിന്നീടുള്ള പോരാട്ടങ്ങൾ അവിടെ നിന്ന് നടത്തി. അവിടെ നിന്നാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. 5ഓളം ഗ്രൂപ്പുകളാണ് ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സായുധ പോരാട്ടം നടത്തുന്നത്. അതിൽ ഏറ്റവും ശക്തരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അവർക്കാണ് ആൾബലവും ആയുധബലവും മറ്റ് 4 ഗ്രൂപ്പുകളേക്കാൾ അധികം. ഈ സായുധ പോരാട്ടം എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. 4ാമത്തെ ഘട്ടം നടന്നത് 1973 ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ സായുധ പോരാട്ടത്തിൻ്റെ ശക്തിയും ആൾബലവും കൂടിക്കൂടി വരികയാണ്. 5ാമത്തെ ഫേസ് അഥവാ 5ാമത്തെ ഘട്ടം 2003 തുടങ്ങിയതാണ്, ഇന്നും തുടരുന്നു. അതായത് 2 ദശാബ്ദത്തിലധികമായി തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചോരക്കളി കുറച്ച് കൂടുതലാണ്. എന്നാൽ BLA തങ്ങളുടെ പോരാട്ടത്തിൻ്റെ പ്ലാൻ, ടാക്ടിക് കുറച്ച് മാറ്റിയിരിക്കുകയാണ് ഇത്തവണ അവർ ചെയ്യുന്നത് ഗൊറില്ല യുദ്ധവും മിന്നലാക്രമണങ്ങളും മാത്രമാണ്. അതിലൂടെ പാകിസ്ഥാൻ ആർമിക്ക് മാക്സിമം ഷോക്ക്, മാക്സിമം ലോസ് വരുത്തുകയാണ് അവരുടെ ലക്ഷ്യം. പാകിസ്ഥാൻ ആർമിയെ പറ്റി പറയട്ടെ, ഏറ്റവും വലിയ സംസ്ഥാനമാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്നത്. എന്നാൽ പാകിസ്ഥാൻ ആർമിയിലും അതുപോലുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിലും ജോലികളിലും
ബലൂചിസ്ഥാനികളുടെ എണ്ണം വളരെയധികം കുറവാണ്, തുച്ഛമാണ്. പാകിസ്ഥാൻ ബലൂചിസ്ഥാനികളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. അതിനിടെ സ്വാതന്ത്ര്യവാദികളായ മനുഷ്യാവകാശ പ്രവർത്തകരായ ചെറുപ്പക്കാരി പെൺകുട്ടികളെയും ISIയും പാകിസ്ഥാനിലെ മറ്റ് ഏജൻസികളും ചേർന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനികളാണ് കരീമ ബലോച്ച് എന്ന പെൺകുട്ടി. അവൾ മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു. ISIയുടെ ഭീഷണിയെ തുടർന്ന് നാട് വിടേണ്ടി വന്നു. കാനഡയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ അവിടെ ഒരു സുപ്രഭാതത്തിൽ അവളെ മരിച്ച നിലയിൽ കാണപ്പെട്ടു. തീർച്ചയായും ISI തന്നെ ഇല്ലായ്മ ചെയ്തതാവണം. അതുപോലെ തന്നെ സാജിദ് ഹുസൈൻ എന്ന ഒരു ഓൺലൈൻ മീഡിയ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ, അദ്ദേഹത്തെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. ഷഹദ് ബലോച്ച്, ഇസാൻ ബലോച്ച് എന്നീ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെയും കണ്ടീഷൻ വേറൊന്നുമായിരുന്നില്ല. അവരെയും മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ഉണ്ടായത്. ഡോക്ടർ ദീൻ മുഹമ്മദിനെ പോലുള്ള 5000-ലധികം മനുഷ്യാവകാശ പ്രവർത്തകരാണ് കാണാതായിരിക്കുന്നത്. അവരെ കണ്ടെത്തിയിട്ടില്ല. അവരെയും മിക്കവാറും എവിടെയെങ്കിലും കൊന്ന് തള്ളിയിട്ടുണ്ടാവണം. ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്, ദശകങ്ങളായിട്ട്. സാധാരണഗതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണ്, എന്തിനീ സ്വാതന്ത്ര്യ സമരം? അവർക്കും പാകിസ്ഥാനോടൊപ്പം സമരസപ്പെട്ട് മുന്നോട്ട് പോയാൽ പോരായിരുന്നോ? അങ്ങനെയല്ല. ബലൂചിസ്ഥാനികൾ എന്നത് ആത്മാഭിമാനം ഏറെയുള്ള ഒരു ജനവിഭാഗമാണ്. അവർ ഒരിക്കലും പാകിസ്ഥാൻ്റെ അടിമകളായിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നില്ല. അവർക്ക് പാകിസ്ഥാൻ്റെ ഭരണത്തിന് കീഴിൽ വേണമെന്ന് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവരെ പാകിസ്ഥാൻ കയ്യൂക്കുകൊണ്ട് കീഴ്പ്പെടുത്തിയതാണ്. പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനം ബലൂചിസ്ഥാനാണ്. തന്ത്രപ്രധാനമായും വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ബലൂചിസ്ഥാൻ. എന്നൊക്കെ ഇരുന്നാലും ബലൂചിസ്ഥാനെ വെറും രണ്ടാംകിട പൗരന്മാരായിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത്. ചിറ്റമ്മ നയമാണ് തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ജോലികളിലോ സായുധസേനാ വിഭാഗങ്ങളിലോ ഒന്നും ബലൂചിസ്ഥാനികളെ പാകിസ്ഥാനികൾ കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ പറയുന്നത്, വി ആർ ബലൂചിസ്ഥാനീസ് നോട്ട് പാകിസ്ഥാനീസ്. ഞങ്ങൾ ബലൂചിസ്ഥാനികളാണ്, പാകിസ്ഥാനികളല്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നേടിയല്ലേ പറ്റൂ. എന്നാൽ 2003 തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം, സായുധ സമരം ഇടതടവില്ലാതെ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിന് പ്രധാന കാരണം പാകിസ്ഥാനല്ല, ചൈനയാണ്. ചൈന തങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ബലൂചിസ്ഥാനാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായ CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ. അതോടൊപ്പം ബലൂചിസ്ഥാൻ റീജിയനിലെ പ്രധാന തുറമുഖമായ ഗ്വദർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും എല്ലാം ചൈനയാണ്. അതായത് ചൈനയുടെ നീരാളിക്കൈകൾ ബലൂചിസ്ഥാനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പതുക്കെ തങ്ങൾ ഒരു ചൈനീസ് കോളനിയാകുമോ എന്ന ഭയം ബലൂചിസ്ഥാനികൾക്കുണ്ട്. തങ്ങൾ വെറുമൊരു ന്യൂനപക്ഷമായി ഒതുക്കപ്പെടുമോ എന്നുള്ള പേടിയിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ സായുധ സമരത്തിലേക്ക് പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റം പറയുമായിരിക്കാം, ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആത്യന്തികമായി ഇത് ബലൂചിസ്ഥാനികളുടെ സമരമാണ്. അവിടെ നമ്മൾക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചൈനീസ് അധിനിവേശം കൂടുമ്പോൾ ന്യൂനപക്ഷങ്ങളായ തദ്ദേശവാസികളെ ഇല്ലായ്മ ചെയ്യാനും ചൈന മടിക്കില്ല. കാരണം അത് ചൈനയാണ്. ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ അവസ്ഥ ബലൂചിസ്ഥാനികൾക്ക് വളരെ നന്നായിട്ടറിയാം. ചൈന എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, ലോകത്തിനറിയാം, ബലൂചിസ്ഥാനികൾക്ക് പ്രത്യേകിച്ചറിയാം. അപ്പോൾ ചൈനയുടെ വെറും ഒരു കോളനിയായി അവരുടെ അടിമത്തത്തിന് കീഴിൽ ജീവിക്കാൻ ബലൂചിസ്ഥാനികൾ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. തങ്ങളുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവിക്ക് വേണ്ടിയാണ്, ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയാണ് അവരുടെ ഈ സമരം. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ലെറ്റ് us sacrifice our today so that our children can have a better tomorrow. നമുക്ക് നമ്മളുടെ ഇന്നിനെ ത്യജിക്കാം,
നമ്മളുടെ കുട്ടികളുടെ നല്ല നാളേക്ക് വേണ്ടി ബലൂചിസ്ഥാനികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അവർ തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനയുടെ ഡ്രാഗൺ അവരെ വിഴുങ്ങില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.